ഷാരൂഖ് ഖാനും അമീർ ഖാനുമെതിരെ പ്രതികാര നടപടിയുമായി മോദി സർക്കാർ ഇരുവർക്കുമുള്ള സുരക്ഷ പിൻവലിച്ചു. അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ചതിനാണ് ഇരുവരെയും കേന്ദ്ര സർക്കാരിന് അനഭിമതരാക്കിയത്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. ഷാരൂഖിനും അമീർ ഖാനും ഉള്ള സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. അസഹിഷ്ണുത വിവാദവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ചതിനാണ് ഇരുവരെയും ഇപ്പോൾ ഈ വിധത്തിൽ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇരുവർക്കും ഉണ്ടായിരുന്ന സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. എം സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, ഇപ്പോൾ ഈ സുരക്ഷ ഒഴിവാക്കാനിടയാക്കിയ ഒരു സാഹചര്യം, വിവരങ്ങൾ. സൗമ്യ, ഷാരൂഖ് ഖാനും ആമിർ ഖാനും ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണി ഇപ്പോൾ നേരിടുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുംബൈ പോലീസ് നൽകിയിരുന്ന പ്രത്യേക സുരക്ഷ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ചില സിനിമകളുടെ PK ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഭാഗമായി ഉയർന്നു വന്ന ചില പ്രതിഷേധങ്ങളും ചില സാമുദായിക വർഗീയ സംഘടനകൾ ഉയർത്തിയിട്ടുള്ള ഭീഷണിയുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ബോളിവുഡ് താരമായിട്ടുള്ള ആമിർ ഖാനും അതോടൊപ്പം തന്നെ മൈ നെയിം ഈസ് ഖാൻ ഉൾപ്പെടെയുള്ള സിനിമകളുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പുറത്ത് ഷാരൂഖ് ഖാനും വലിയ രീതിയിലുള്ള സുരക്ഷ മുംബൈ പോലീസ് ഒരുക്കിയിരുന്നു. 24 മണിക്കൂർ സുരക്ഷ ഒരുക്കിയിരുന്നു. അതിനുശേഷം അസഹിഷ്ണുതയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുകയും വിവിധ സംഘപരിവാർ നേതാക്കൾ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഭീഷണികളും മുഴക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ സുരക്ഷ ഒന്നുകൂടി ശക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം ഇവർക്ക് ഇപ്പോൾ സുരക്ഷാ ഭീഷണി ഇല്ലെന്നും അതുകൊണ്ട് പ്രത്യേക സുരക്ഷയുടെ ആവശ്യം ഇല്ല എന്നുമാണ് ഇപ്പോൾ മുംബൈ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. BJP ഭരിക്കുന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ കീഴിലുള്ള പോലീസാണ് ഇവരെ ഈ തീരുമാനം എടുത്തത്. ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിന് പുറത്താണ്. അതോടൊപ്പം തന്നെ അമിതാഭ് ബച്ചൻ, ലതാ മങ്കേഷ്കർ ഉൾപ്പെടെയുള്ള മറ്റ് താരങ്ങൾക്കുള്ള സുരക്ഷ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ആമിർ ഖാനും ഷാരൂഖ് ഖാനും അസഹിഷ്ണുതയ്ക്കെതിരായി നടത്തിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പകപോക്കലാണോ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമം എന്നുള്ളതിനെ സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ചും ഇരു താരങ്ങൾക്കും നിരവധി സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ബോളിവുഡിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ നടന്മാരാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൂടാതെ ഇവരുടെ ചില സിനിമകളിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ സങ്കുചിത ചിന്താഗതിക്കാരായ ആൾക്കാർ ഭീഷണിയുമായി സ്ഥിരമായി രംഗത്തെത്തുകയും ചെയ്യാറുണ്ട്. ഏറ്റവും അവസാനമായി ആമിർ ഖാന്റെ PK എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് ഹിന്ദു വർഗീയ സംഘടനകളെല്ലാം തന്നെ സിനിമാ തിയേറ്ററുകൾ അടിച്ചു പൊളിക്കുകയും അതോടൊപ്പം തന്നെ ആമിർ ഖാനെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം കൂടിയാണ് പ്രത്യേക സുരക്ഷ ആമിർ ഖാന് നൽകാൻ തീരുമാനിച്ചത്. സമാന സംഭവങ്ങൾ തന്നെയാണ് ഷാരൂഖ് ഖാന്റെയും ഇത്തരത്തിലുള്ള വലിയ സുരക്ഷ നൽകുന്നതിന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പിൻവലിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി നേരിടാത്ത സാഹചര്യത്തിൽ 24 മണിക്കൂർ കർശന സുരക്ഷ എന്നുള്ള തീരുമാനം പിൻവലിക്കുന്നു എന്നാണ് മുംബൈ പോലീസ് അറിയിച്ചിട്ടുള്ളത്. സൗമ്യ. സന്തോഷം, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കലാകാരന്മാർ പ്രത്യേകിച്ച് സാഹിത്യ ലോകത്തു നിന്നായാലും ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ഒരു ഘട്ടത്തിലായിരുന്നു ആമിർ ഖാൻ്റെ സിനിമയായാലും പിന്നീട് ഷാരൂഖിൻ്റെ വിഷയത്തിലായാലും ഷാരൂഖിൻ്റെ ചിത്രങ്ങൾ ഹിന്ദുക്കൾ കാണരുത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. ആ വിധത്തിലുള്ള വലിയ പ്രതിഷേധം ഇത്തരം താരങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു നടപടി ഇവരുടെ സുരക്ഷ പിൻവലിക്കുന്നു. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ വിധത്തിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു ഭീഷണി എന്ന രീതിയിൽ കൂടിയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്? പ്രതികരിക്കുന്നവർക്ക് ഇങ്ങനെയായിരിക്കും മറുപടി എന്നൊരു സൂചനയാണോ? സൗമ്യ, കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ എടുത്ത ഒരു തീരുമാനവുമായി ഇതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്ന പ്രചരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ബോളിവുഡ് താരമായ ആമിർ ഖാൻ. എന്നാൽ കഴിഞ്ഞ ദിവസം ആമിർ ഖാനെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു, പരസ്യത്തിൽ നിന്നും ഒഴിവാക്കുന്നതായി ടൂറിസം മന്ത്രി മഹേഷ് ശർമ്മ അറിയിച്ചിരുന്നു. ഈ കോൺട്രാക്ട്, അതായത് പരസ്യ കമ്പനിയുമായുള്ള കരാർ കാലാവധി തീർന്നതിനാലാണ് ആമിർ ഖാനെ മാറ്റുന്നത് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം. പക്ഷേ സ്വാഭാവികമായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും 2010 മുതൽക്ക് തന്നെ ഈ പരസ്യം വളരെ രീതിയിൽ പ്രശസ്തമാണ്. അതോടൊപ്പം തന്നെ ഈ പരസ്യത്തെ ജനപ്രിയമാക്കുന്നതിൽ ആമിർ ഖാന് നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആമിർ ഖാനെ ഈ പരസ്യത്തിൽ നിന്നും മാറ്റുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധമുണ്ടായത്. നേരത്തെ ഗോയങ്ക മാധ്യമ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ആമിർ ഖാൻ നടത്തിയ ചില പരാമർശങ്ങൾ സംഘപരിവാർ ശക്തികളെ ചൊടിപ്പിച്ചിരുന്നു. രാജ്യത്ത് വർദ്ധിച്ചു
വരുന്ന അസഹിഷ്ണുതയിൽ ഭയമുണ്ടെന്നും ഈ രാജ്യം വിട്ടുപോയാലോ എന്ന് ഭാര്യ സ്വകാര്യ സംഭാഷണത്തിനിടെ തന്നോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് എന്നുമുള്ള ഒരു പരാമർശം ആമിർ ഖാൻ നടത്തിയിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘപരിവാർ സംഘടനകൾ ഉയർത്തിയത്. ആമിർ ഖാൻ പാകിസ്ഥാനിലേക്ക് പോകണം എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ BJP MP-മാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായി. ഈ ഒരു പരാമർശങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് ടൂറിസം വകുപ്പിന്റെ പരസ്യത്തിൽ നിന്നും ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്നും ആമിർ ഖാനെ മാറ്റിയത് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ആമിർ ഖാന് നൽകിയിരുന്ന പ്രത്യേക സുരക്ഷ പിൻവലിക്കാനുള്ള MP രാജേഷ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് ഇവർക്കെതിരെയൊക്കെ ആയാലും ഉണ്ടാകുന്ന പരാമർശങ്ങളായാലും നിലപാടുകളായാലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇരുവർക്കുമുള്ള സുരക്ഷ പിൻവലിച്ചുകൊണ്ടുള്ളൊരു പ്രതികാര നടപടി എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ശ്രീ MP രാജേഷ്, അസഹിഷ്ണുത വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിപ്പോ സെക്യൂരിറ്റി പിൻവലിച്ചു എന്നൊക്കെ ഇപ്പം കേരളത്തിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ പശ്ചാത്തലം എന്താണെന്നും അങ്ങനെ എന്താണ് അതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും രേഖാമൂലം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഈ അസഹിഷ്ണുത വിവാദമൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ? സിനിമകൾക്കെതിരെ വ്യാപകമായ ആക്രമണം നടക്കുന്നു, പോസ്റ്ററുകൾ കീറുന്ന സാഹചര്യം ഉണ്ടായി, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലാണ്. സൗമ്യ അതല്ല എന്റെ സംശയം. ഈ ഇൻക്രെഡിബിൾ ഇന്ത്യ അതോടൊപ്പം തന്നെ ഈ സെക്യൂരിറ്റി കൈരളി ചാനൽ പറഞ്ഞ തരത്തിലുള്ള പിൻവലിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്തത് അസഹിഷ്ണുത വിവാദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഗവൺമെന്റ് സർക്കുലർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്ന് വായിക്കാം, അങ്ങനെ സർക്കുലർ ഉണ്ടെങ്കിൽ. സ്വാഭാവികമായും അത് ഉണ്ടാവില്ലല്ലോ, നമുക്ക് വായിച്ചെടുക്കാവുന്നതല്ലേ ശ്രീ VV രാജേഷ്? അല്ലല്ല നമുക്കല്ല, നമുക്കെന്ന് പറയുമ്പോൾ ഞാനും താങ്കളും ചേരുന്നതാണല്ലോ. ഞാനങ്ങനെ വായിക്കുന്നില്ല. അങ്ങനെ സർക്കുലറോ അല്ലെങ്കിൽ പ്രഖ്യാപന ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിച്ചാൽ ഞാനതിന് മറുപടി പറയാം. അല്ലെങ്കിൽ പിന്നെ നിലവിൽ നമുക്കറിയാം ശ്രീ VV രാജേഷ്, അതിലകത്ത് തർക്കിച്ചിട്ട് കാര്യമില്ല. നിലവിൽ പൊതുവിൽ ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന ഈ പത്മശ്രീ അടക്കം അല്ലെങ്കിൽ ആ വിധത്തിലുള്ള അവാർഡുകളായാലും ഒക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായ നിലപാടുകൾ കലാകാരന്മാർ സ്വീകരിക്കുന്നത് ഈ അടുത്തിടെയായി നമ്മൾ കാണുന്നതാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ തന്നെയാണ് അത്. സൗമ്യയുടെ ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് തരണമെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം. ഞാൻ ചോദിച്ചത്, സൗമ്യ ആദ്യം പറഞ്ഞ അസഹിഷ്ണുതാ വിവാദത്തിന്റെയൊക്കെ പശ്ചാത്തലം ഇവരുടെ സെക്യൂരിറ്റി പിൻവലിച്ചു, പിന്നെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ക്യാമ്പയിനിൽ നിന്ന് മാറ്റി, ഇങ്ങനെ ഈ അസഹിഷ്ണുതാ വിവാദം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് എന്ന് ഗവൺമെന്റിന്റെ ഏതെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും പറയുകയോ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും സർക്കുലറോ അല്ല എന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്വാഭാവികമായ ഒരു സർക്കുലർ ഉണ്ടാകുമോ ശ്രീ VV രാജേഷ്? അത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? അങ്ങനെ സ്വാഭാവികമായ ഒരു സർക്കുലർ ഉണ്ടാവില്ല. എന്നാൽ അത് അല്ല എന്ന് പറയാൻ ഒരു കാരണം വേണ്ടേ? ആമിർ ഖാനെ പോലെ ഇത്രയും സീനിയറായ ഒരാൾ ഇൻക്രെഡിബിൾ ഇന്ത്യയെ പോലെ അതിന്റെ ഒരു മുഖമായി നിൽക്കുന്നു, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എടുത്തു മാറ്റുന്നു. അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനത് ഒഴിവാക്കിയതിന്റെ വാർത്തകളൊന്നും വേറെ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ സമ്മതിക്കുന്നില്ല, പക്ഷെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ കൈരളി ചാനൽ അങ്ങനെ പീപ്പിൾ ചാനൽ അങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കുന്നത്, ഗവൺമെന്റ് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? പീപ്പിൾ മാത്രമല്ല ശ്രീ VV രാജേഷ്, ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളൊക്കെ അടക്കം വന്നിട്ടുള്ള കാര്യമാണ്. ഇല്ല, പ്രശ്നം ഞാൻ ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് നിന്ന് പാലക്കാടേക്കുള്ള യാത്രയായിരുന്നു. ഇപ്പൊ ചിറ്റൂർ മണ്ഡലത്തിലെ TV ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഉൾഗ്രാമത്തിലാണ്, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ ഒരു മീറ്റിംഗിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മാധ്യമങ്ങളും കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ മാധ്യമം പുറത്തുവിട്ട ഈ വാർത്ത ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിന് ഉപോത്ബലകമായി ഗവൺമെന്റിന്റേതായിട്ട് ഈ പറഞ്ഞ സൗമ്യ ആരോപിച്ച കാര്യങ്ങൾ ഇറങ്ങിയിട്ടുള്ള സർക്കുലറോ പ്രഖ്യാപനമോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയറാണ് എന്ന് കരുതുന്നതിലപ്പുറം ഇങ്ങനെ സ്ഥാപിക്കാൻ തക്ക എന്തെങ്കിലും ഒരു രേഖയോ എന്തെങ്കിലും നമ്മുടെ കയ്യിലോ അല്ല. ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, അത് സമ്മതിച്ചാൽ ഞാൻ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയ്ക്ക് ഞാൻ മറുപടി പറയാം. അല്ലെങ്കിൽ വസ്തുതാപരമായ ഒരു ചർച്ചയാണ് സൗമ്യ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ വിശ്വസനീയമായ ഒരു രേഖ കാണുകയോ കേൾക്കുകയോ അതെനിക്ക് മറുപടി ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായും ശ്രീ VV രാജേഷ്, അതിന്റെ മറുപടി കൃത്യമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഒരു സാഹചര്യം ഉണ്ടാകണം. ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ പോലെ മുഖമായി നിൽക്കുന്നു ആമിർ ഖാൻ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഇടപെടുന്നു, അതൊക്കെയാണ് വിഷയം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ MP രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ MP രാജേഷ്, VV രാജേഷിന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും. സ്വാഭാവികമായും മറുപടി പറയേണ്ടതുകൊണ്ടാണ് താങ്കളേക്ക് വരാൻ വൈകിയത്. ഇവിടെ കൃത്യമായ ഒരു മറുപടി പക്ഷേ താങ്കൾക്ക് പറയാൻ സാധിക്കുമായിരിക്കും. എങ്ങനെ ആ അസഹിഷ്ണുതാ വിവാദത്തിൽ പ്രതികരിച്ചത് കൊണ്ടാണ് എന്ന് ഏതെങ്കിലും സർക്കുലർ ഉണ്ടോ എന്നാണ് ശ്രീ VV രാജേഷ് ചോദിക്കുന്നത്. കേട്ടു, VV രാജേഷ് പറയുന്നത് കേട്ടു. എന്തായാലും ഭയങ്കരമായ ലോജിക്ക് തന്നെയാണ് VV രാജേഷിന്റേത്. ഇവിടെ ഒറ്റ കാര്യം ഞാൻ VV രാജേഷിനോട് ചോദിക്കട്ടെ. നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ജേക്കബ് തോമസിനെ വിജിലൻസിൽ നിന്ന് മാറ്റി പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്ക് മാറ്റിയപ്പോൾ
അത് മാണിക്കെതിരായി റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നോ? അതിന്റെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ വി രാജേഷ് ഉൾപ്പെടെയുള്ളവര് BJPയും ഇടതുപക്ഷവും എല്ലാവരും എതിർത്തത് ആ നടപടിയെ? ഗവൺമെന്റ് സാധാരണ പ്രതികാര നടപടി സ്വീകരിക്കുമ്പോൾ ഇതൊരു പ്രതികാര നടപടിയാണ് എന്ന് പറഞ്ഞിട്ടാണോ സ്വീകരിക്കാറുള്ളത്? അപ്പോ ആ ലോജിക്കിന് എന്ത് അർത്ഥമാണുള്ളത്? ഉത്തരം പറയാനില്ലാതെ വരുമ്പോ എന്തെങ്കിലും പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരു മന്ത്രി പറഞ്ഞു എന്ന് കരുതട്ടെ, ഗവൺമെന്റിനെ വിമർശിച്ചത് കൊണ്ട് ഞങ്ങൾ ഈ സുരക്ഷ പിൻവലിക്കുന്നു എന്നൊരു സർക്കുലർ ഇറക്കിയാൽ ആ ഇറക്കിയ ഉദ്യോഗസ്ഥന്റെ പണി പോകും. കാരണം ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്നു എന്നത് ഇത്തരം ഒരു നടപടി സ്വീകരിക്കാനുള്ള കുറ്റമല്ല. ഇനി ഒരു മന്ത്രി പറഞ്ഞു എന്നിരിക്കട്ടെ, മന്ത്രി പറഞ്ഞാൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. ഞങ്ങളുടെ ഗവൺമെന്റിനെ വിമർശിച്ചതുകൊണ്ട് അവർക്ക് ഇനി സുരക്ഷ കൊടുക്കില്ല. ഭീഷണിയുള്ളവർക്ക് ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് രാജേഷ്. അപ്പോ അങ്ങനെ കാരണം പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കാതിരിക്കാനാവില്ല. അപ്പൊ അതുകൊണ്ട് രാജേഷിന്റെ വാദം നിലനിൽക്കുന്ന ഒന്നല്ല, വളരെ 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 ദുർബലമായിട്ടൊരു വാദമാണ്. ഇവിടെ വളരെ വ്യക്തമാണ് പ്രതികാര നടപടി എങ്ങനെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ തരത്തിൽ ഇപ്പോ ആമീർ ഖാന്റെ കരാർ പുതുക്കി നൽകാത്തത്, അതുപോലെ തന്നെ സുരക്ഷ പിൻവലിച്ചത്, ഇതൊക്കെ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ആ പ്രതികാര നടപടികൾക്ക് നരേന്ദ്രമോദി വളരെ കുപ്രസിദ്ധനാണ്. ഗുജറാത്തിൽ തന്നെ എതിർത്ത ഉദ്യോഗസ്ഥന്മാരെ എല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. സഞ്ജീവ് ഭട്ടിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തെ പിരിച്ചുവിട്ടിട്ടുണ്ട്. RB ശ്രീകുമാറിനെ DGP ആയിരുന്ന ശ്രീകുമാറിനെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ടീസ്റ്റർ സതൽവാൾഡിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രദീപ് ശർമ്മ എന്ന IAS ഉദ്യോഗസ്ഥനെ ജയിലിലടച്ചതും പിരിച്ചുവിട്ടതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് BJP പ്രത്യേകിച്ചും മോഡിയുടെ നേതൃത്വത്തിലുള്ള BJP പൊതുവിലും മോഡിയുടെ നേതൃത്വത്തിലുള്ള BJP പ്രത്യേകിച്ചും ഇത്തരം എതിർക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും എതിരായിട്ടുള്ള പ്രതികാര നടപടിയിൽ അത് അവരുടെ പാരമ്പര്യത്തിന്റെ തന്നെ ഭാഗമാണ്. വളരെ നന്ദി ശ്രീ MB രാജേഷ്. ഒപ്പം തന്നെ ശ്രീ VV രാജേഷ് ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്.